ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ഗുഡ് മോർണിംഗ് നിങ്ങൾ കണ്ടുവരുമ്പോൾ സമയം എന്താവോ എന്തോ. അപ്പം ഞാനങ്ങ് വിചാരിക്കുമായിരുന്നു ഇന്ന് തൊട്ട് നമുക്കൊരു 15 ദിവസത്തേക്ക് വീഡിയോസ് സീരിയസ് പോലെ അങ്ങ് ഇട്ടാലോ കറക്റ്റായിട്ടെന്ന്. പക്ഷെ അറിയില്ല എന്താവും നടക്കുമെന്നൊക്കെ. എപ്പോൾ വീഡിയോ ഞാനിങ്ങനെ ഡെയിലി പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചാലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് അതൊന്ന് ബ്രേക്ക് ആവാറ് സ്ഥിരമാണ്. നമുക്ക് നോക്കാം ഇതിങ്ങനെ മുമ്പോട്ട് പോകുമെന്ന്. അതിന് രാവിലെ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു പണികളിലാട്ടോ. ഈ മിക്കവടി എൻ്റെ സ്ഥിരം വീഡിയോയിൽ നിങ്ങൾ കാണാറുള്ളതെന്നറിയാം. അങ്ങനെ അത്യാവശ്യം പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുമോ. എപ്പോൾ സ്പ്രേ അടിച്ചാലും ഞാൻ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ച് വെക്കും കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അച്ഛയും എനിക്ക് ഫുഡ് വാരി തന്നാ കേട്ടോ. അപ്പം ഞാനവിടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ട് ആള് ഓട്ടക്കണ്ണിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് പാവം തോന്നി. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നു. ഞാൻ ഇപ്പോൾ ബാക്ക് സീറ്റിൽ ഇരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അടുത്ത് ഞാൻ ആളുടെ വഴക്ക് കേൾക്കേണ്ട ടോക്കൺ നമ്പർ 2 ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ വഴക്കൊന്നും കേൾക്കലേന്ന്. അങ്ങനെ കാറൊക്കെ നമ്മൾ ഓടിച്ചിട്ട് പിന്നെ ഞാനൊരു പൊടിമണി കൂടെ കുറച്ച് നേരം 2 വീലറിൽ 8 പ്രാക്ടീസ് ചെയ്താണ്. എൻ്റെ കാല് മൊത്തം ചെളിയായി. ഇതായിരുന്നു കേട്ടോ അവിടുത്തെ പൊടിമണ്ണ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായി വിശന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം എനിക്കിഷ്ടമുള്ള കറിയാട്ടോ. അല്ലേലും ഈ ഹോംലി ഫുഡിൻ്റെ ടേസ്റ്റ് ബാക്കി എല്ലാ ഫുഡിനേക്കാളും ഒരുപടി മുന്നിലായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് ഫുഡിൻ്റെയൊക്കെ വില നന്നായിട്ട് അറിഞ്ഞേക്കുന്നതുകൊണ്ട് ഇപ്പം എന്ത് കിട്ടിയാലും മാക്കുമാക്കുന്ന കഴിപ്പ് സ്ഥിരമാട്ടോ. പാവൻ്റെ അച്ഛയമ്മ ഇവിടെയും വന്ന് നോക്കുന്നുണ്ട്. ഇവിടുന്ന് നോക്കിയിട്ട് പടം കാണത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് നോക്കുവാട്ടോ. എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം കാണാം. ടാറ്റ.